പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനറൽ ടിപ്സ് അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാതൊരു ഈടും കൊടുക്കാതെ കേന്ദ്ര സർക്കാരിൽ നിന്നും സബ്സിഡിയോടുകൂടി ലഭിക്കുന്ന വ്യാവസായിക വായ്പകളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ MSME മന്ത്രാലയമാണ് പുതിയ വ്യവസായം ആരംഭിക്കാൻ ഇത്തരം വായ്പകൾ നൽകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരോട് ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇതുപോലെ വളരെ ആധികാരികമായതും പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നീട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP എന്നത് രാജ്യത്തെ തൊഴിൽ രഹിതരായവർക്ക് സ്വന്തം പേരിൽ വ്യവസായം ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാർ സ്കീം ആണ്. സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈട് ഒന്നും കൊടുക്കാതെ 15% മുതൽ 35% വരെ കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്ന സ്കീമാണ് PMEGP. ഈ സ്കീം നഗരങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ലഭിക്കുന്നതാണ്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് പ്രൊജക്റ്റ് ചെലവിൻ്റെ 5% മുതൽ 10% വരെ മുതൽ മുടക്കിൽ പുതിയ സംരംഭം ആരംഭിക്കാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്കീമാണ് PMEGP. 50 ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ വായ്പ ലഭിക്കുന്നതാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ KVIC സഹകരണത്തോടെ അപേക്ഷകന്റെ പ്രദേശത്തെ PMEGP സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കാണ് അപേക്ഷകർക്ക് വായ്പാതുക അനുവദിക്കുന്നത്. PMEGP വ്യാവസായിക വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് സമീപത്തെ ഒരു ബാങ്കിൽ പോയി നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സംരംഭത്തെക്കുറിച്ച് ബാങ്കിൽ ചർച്ച ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ഏതു ബാങ്കിന്റെ PMEGP വായ്പാ പരിധിയിൽ ആണ് എന്ന് അവർ നിങ്ങളെ അപ്പോൾ അറിയിക്കും. തുടർന്ന് നിങ്ങൾ ആ ബാങ്കിൽ പോയി നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സംരംഭം അല്ലെങ്കിൽ പ്രൊജക്റ്റ് ബാങ്ക് അധികൃതർക്ക് വ്യക്തമാക്കി കൊടുക്കുക. പ്രൊജക്റ്റിന്റെ ഫിസിബിലിറ്റി സ്റ്റഡി ബാങ്ക് നടത്തുകയും പ്രൊജക്റ്റ് ഫിസിബിൾ ആണെങ്കിൽ വായ്പ നൽകാം എന്ന് നിങ്ങൾക്ക് ബാങ്ക് ഉറപ്പു നൽകുകയും ചെയ്യും. താലൂക്ക് വ്യവസായ കേന്ദ്രത്തിലോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബ്ലോക്ക് വ്യവസായ കേന്ദ്രത്തിലോ പോയി വ്യവസായ ഓഫീസറെ കണ്ടിട്ടു നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ചും ധനസഹായം നൽകുന്ന ബാങ്കിനെ കുറിച്ചും അറിയിക്കുക. തുടർന്ന് നിങ്ങളുടെ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ MSME മന്ത്രാലയത്തിന് കീഴിലെ PMEGP സ്കീമിൽ വരുന്നതാണോ എന്ന് വ്യവസായ ഓഫീസർ നിങ്ങളെ അറിയിക്കും. ഇപ്രകാരം ബാങ്കിൽ നിന്നും വ്യവസായ കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ചാൽ പുതിയതായി ആരംഭിക്കാൻ പോകുന്ന സംരംഭത്തിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ പ്രൊഫഷണൽ കൺസൾട്ടന്റിനെയോ സമീപിക്കുക. PMEGP വായ്പാ പദ്ധതിക്കു അപേക്ഷിക്കണമെങ്കിൽ പ്രായം 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകൾക്കും ഈ വായ്പാ പദ്ധതി ലഭിക്കുന്നതാണ്. PMEGP വായ്പ അനുവദിക്കുന്നതിന് 2025-26 സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ 13,554.42 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. രാജ്യത്തെ കാർഷികേതര മേഖലയിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ വഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ഈ സ്കീം ആരംഭിച്ചത്. PMEGP അപേക്ഷകർക്ക് ലഭിക്കുന്ന വായ്പാ പരിധി നിർമ്മാണ മേഖലയിൽ 25 ലക്ഷം രൂപയിൽ നിന്നും 50 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. സേവന മേഖലയിലെ വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്നും 20 ലക്ഷം രൂപയായും ഉയർത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ അപേക്ഷകർക്ക് കൂടുതൽ സബ്സിഡി അടക്കം സ്പെഷ്യൽ കാറ്റഗറി ബെനിഫിറ്റ്സ് ഉണ്ട്. PMEGP വായ്പാ സബ്സിഡി വിവരങ്ങൾ. ജനറൽ കാറ്റഗറി അപേക്ഷകർക്ക് നഗരങ്ങളിൽ സബ്സിഡി 15%വും
ഗ്രാമങ്ങളിൽ 25% ആണ്. ജനറൽ കാറ്റഗറി അപേക്ഷകരുടെ മുതൽ മുടക്ക് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 10% ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 90% ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കും. SC, ST, OBC, എക്സ് സർവീസ്മെൻ എന്നീ സ്പെഷ്യൽ കാറ്റഗറി അപേക്ഷകർക്ക് നഗരങ്ങളിൽ സബ്സിഡി 25%, ഗ്രാമങ്ങളിൽ 35%. ഈ സ്പെഷ്യൽ കാറ്റഗറി അപേക്ഷകരുടെ മുതൽ മുടക്ക് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 5% ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിന്റെ 95% ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കും. തൊഴിലില്ലായ്മ രാജ്യത്തിന്റെ നഗരമേഖലയിലും ഗ്രാമീണ മേഖലയിലും നിലവിലുണ്ട്. തൊഴിൽ രഹിതരായ അപേക്ഷകർക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ യാതൊരു ഈടും ആവശ്യപ്പെടാതെ സബ്സിഡിയോടുകൂടി വ്യാവസായിക വായ്പ അനുവദിച്ചുകൊണ്ട് തൊഴിലില്ലായ്മ കുറച്ചുകൊണ്ടുവരാനും അതുവഴി ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കാനുമാണ് PMEGP പദ്ധതി കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. PMEGP വായ്പയ്ക്ക് ലഭിക്കുന്ന സബ്സിഡി അപേക്ഷകന്റെ ജാതി, വ്യവസായ യൂണിറ്റ് ആരംഭിക്കാൻ പോകുന്ന സ്ഥലം എന്നിവയെ ആശ്രയിച്ചിരിക്കും. നഗരത്തിലെയും ഗ്രാമീണ മേഖലയിലെയും തൊഴിൽ രഹിതർക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ DICയും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ KVICയും സംയുക്തമായി ജില്ലാടിസ്ഥാനത്തിൽ അപേക്ഷകരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ നടത്തിയാണ് വായ്പ അനുവദിക്കുന്നത്. ഈ സ്കീം പുതിയ വ്യവസായ യൂണിറ്റ് ആരംഭിക്കാനുള്ളതാണ്. നിലവിലെ സംരംഭം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേറെ സ്കീം പ്രാബല്യത്തിലുണ്ട്. PMEGP വായ്പയ്ക്ക് അർഹരായവർ ജനറൽ കാറ്റഗറി അപേക്ഷകർ കൂടാതെ മറ്റു സ്പെഷ്യൽ കാറ്റഗറി അപേക്ഷകർ താഴെ പറയുന്നവരാണ്. SC, ST, OBC, വിമുക്തഭടന്മാർ, അംഗവൈകല്യമുള്ളവർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, രാജ്യത്തിന്റെ ബോർഡറിൽ താമസിക്കുന്നവർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ, സ്ത്രീകൾ. PMEGP വായ്പ ലഭിക്കാനുള്ള യോഗ്യത: അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. 18 വയസ്സ് തികഞ്ഞിരിക്കണം. ചുരുങ്ങിയത് 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. പുതിയ വ്യവസായ സംരംഭം ആയിരിക്കണം. സർക്കാരിൽ നിന്നും വ്യാവസായിക സംരംഭ പരിശീലനം ലഭിച്ചവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സർക്കാരിൽ നിന്നും മറ്റു സ്കീമുകളിൽ സബ്സിഡി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ സ്കീം ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സഹകരണ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ സ്കീമിന് അർഹരാണ്. PMEGP വായ്പ ലഭിക്കുന്നതിന് സമർപ്പിക്കേണ്ട രേഖകൾ: ആധാർ കാർഡ്, പാൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, വ്യവസായ യൂണിറ്റ് ആരംഭിക്കാൻ പോകുന്ന പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് മെമ്പറുടെ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. PMEGP വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി പറയുന്ന പ്രകാരമാണ്. സ്റ്റെപ്പ് 1. KVIC ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിലെ PMEGP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന PMEGP ഇ-പോർട്ടൽ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുക. ആധാർ നമ്പർ, പേര്, സംസ്ഥാനം, ജില്ല, ജെൻഡർ, ക്വാളിഫിക്കേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാൻ നമ്പർ, ജനനത്തീയതി, മേൽവിലാസം തുടങ്ങിയവ പൂരിപ്പിക്കുക. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സംരംഭത്തിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് KVIC സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനും PMEGP വായ്പയ്ക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൺസൾട്ടന്റിന്റെ സഹായം തേടാവുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കന്റ് ഡാറ്റ സേവ് ചെയ്യുക. പ്രോജക്റ്റ് റിപ്പോർട്ട് വ്യാവസായിക യൂണിറ്റിലേക്ക് ആവശ്യമായ മെഷീനറിയുടെ ക്വട്ടേഷൻ സഹിതം ഓൺലൈനായി പൂരിപ്പിച്ച ഫോമിന്റെ പ്രിന്റൗട്ട് എടുത്തിട്ട് അടുത്തുള്ള KVIC, KVIB അല്ലെങ്കിൽ DIC ഓഫീസിൽ സമർപ്പിക്കുക. സ്റ്റെപ്പ് 2.
ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ നോഡൽ ഏജൻസി മുമ്പാകെ നിങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന തീയതിയിൽ ഇന്റർവ്യൂവിന് ഹാജരാവണം. നിങ്ങളുടെ പ്രോജക്റ്റ് അംഗീകരിക്കപ്പെട്ടാൽ ഏജൻസി അത് ബാങ്കിലേക്ക് കൈമാറുന്നതാണ്. തുടർന്ന് രേഖകളുടെ ഒരു പകർപ്പ് ബാങ്കിലേക്ക് നൽകണം. ബാങ്ക് അധികൃതർ നിങ്ങളുടെ വ്യവസായ യൂണിറ്റ് ആരംഭിക്കാനുള്ള സ്ഥലം നേരിട്ട് വന്ന് നോക്കി വിലയിരുത്തി നിങ്ങളുടെ PMEGP വായ്പാ അപേക്ഷയിൽ തുടർ നടപടികൾ എടുക്കുന്നതാണ്. ബാങ്ക് നിങ്ങൾക്ക് അനുവദിച്ചു നൽകുന്ന വായ്പാ തുകയും KVICയിൽ നിന്നും പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്ന സബ്സിഡിയും അടങ്ങിയ തുക ബാങ്ക് നിങ്ങൾക്ക് വായ്പയായി ഉടനെ അനുവദിക്കുന്നതാണ്. പിന്നീട് അപേക്ഷകൻ EDP ട്രെയിനിങ് ഓൺലൈനായോ നേരിട്ടോ പങ്കെടുത്ത് EDP ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ. അടുത്ത മാസം മുതൽ ബാങ്ക് നിർദ്ദേശിക്കുന്ന തീയതിയിൽ തന്നെ വായ്പയുടെ EMI മുടക്കം കൂടാതെ അടയ്ക്കുകയും വേണം. ഈ വായ്പ കൃത്യമായി അടച്ചു തീർക്കുന്നവർക്കോ പിന്നീട് ആവശ്യമാണെങ്കിൽ സംരംഭം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് സെക്കൻഡ് ലോൺ എടുക്കാവുന്നതാണ്. സബ്സിഡിയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു വായ്പാ പദ്ധതികൾ ഈ യൂട്യൂബ് ചാനലിൽ പിന്നീട് ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ. ഈ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.